ഫഹസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ആ 4 കൗണ്ടർ കാണുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും കയറിയിട്ട് നമ്മൾ പൈസ പേ ചെയ്തിട്ട് ആ വലിയ ബിൽഡിംഗ് ഉണ്ട്, അതിനകത്തോട്ട് വണ്ടി കയറ്റിയിടണം. അപ്പോൾ അകത്തോട്ട് അയച്ചു തന്നിട്ടുണ്ട്. ഇതെന്തിനാണ് കൈ പിടിച്ചിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വണ്ടിയിൽ വെച്ചിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഇതിപ്പോൾ എനിക്കൊരു ബാധ്യതയായെന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും വരുമ്പോഴും കൊണ്ടുപോവുകയും ചെയ്യണം. മച്ചാമാരെ സമയം വന്നിട്ട് 4:10 ആയപ്പോഴത്തേക്കും നമ്മൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അബൂ ഖായിൽ മെഡിക്കൽ എന്ന് പറയുന്ന ഈ ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ വന്നത്. അപ്പോൾ ഹോസ്പിറ്റൽ അതിനൊക്കെ തന്നെ അടുത്ത് തന്നെ അവരെ ഫാർമസിയും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റലിന് അറബിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈവേയുടെ സൈഡിൽ തന്നെ വലിയ വലിയ മരങ്ങൾ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നുണ്ട്. അതൊരു കാട് പോലെ ആയിട്ടോ അങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം വന്നിട്ട് ശനിയാഴ്ചയാണ് കേട്ടോ. വണ്ടിക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ബ്രേക്ക് എടുക്കില്ല എന്നൊക്കെ പറയുന്നത് കണക്ക് ഫഹസ്, ഇവിടെ അറബിൽ ഫഹസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് പോയിട്ട് പുറത്ത് നല്ല വെയിലായിട്ടോ. നമുക്ക് വന്നിരിക്കുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 12:30-ക്കാണ് ടൈം കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഒരു 5 മിനിറ്റ് മുന്നേ എത്തണം. ഇപ്പോൾ വന്നിട്ട് സമയം 11:30. നമ്മൾ ഇറങ്ങിയ സമയത്ത് മുതലാളി അമ്മ പറഞ്ഞു 2 പേർ ഗുബൂസും ഒരു ലബനും വാങ്ങിയിട്ട് പെട്ടെന്ന് വരാനായിട്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കൊടുത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. എൻ്റെ പൊന്നോ എന്തോ ചൂട്. ഇന്നലെ രാത്രി ഗ്ലാസ് താത്തിടാൻ മറന്നു കേട്ടോ ചെറുതായിട്ട്. ഇപ്പോൾ രാവിലെ എണീച്ചപ്പോഴത്തേക്കും നല്ല വെയിൽ, രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു. മാത്രമല്ല ഈ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് മാറ്റാനും മറന്നു കേട്ടോ. അപ്പം വാഹനത്തിൽ ഇലക്ട്രോണിക് ഡിവൈസ് വയ്ക്കരുത്. ഈ സമയത്ത് നല്ല ചൂടായതുകൊണ്ട് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് മേടിച്ച് കൊടുക്കാം. മേടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നേരെ ഫഹസിലേക്ക് പോവാം. ഓക്കെ, ഇപ്പോഴും നമ്മൾ ബക്കാല എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സൂപ്പർ മാർക്കറ്റിലല്ല, ചെറിയ ബക്കാലയിലോട്ടാണ് വന്നത്. എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇനി പിന്നെ ഇത് കണ്ട ഗിയറിൻ്റെ നോബിൻ്റെ ആ ഒരു കവർ പൊട്ടിപ്പോയിട്ട്, അപ്പോൾ ഇത് ഒട്ടിക്കാനായിട്ട് സൂപ്പർ ഗ്ലൂ വാങ്ങണം. അപ്പോഴേ നമുക്ക് നേരെ പോയിട്ട് കുബൂസും സൂപ്പർ ഗ്ലൂവും വൈരും എടുത്തിട്ട് വേഗം വരാം. അതായത് ഉത്തയമാളിലാണെന്നുണ്ടെങ്കിൽ കുബൂസ് ഇല്ല കേട്ടോ. അപ്പോൾ കുബൂസ് എടുക്കണമെങ്കിൽ വീണ്ടും ചെറിയ സൂപ്പർ മാർക്കറ്റിലോട്ട് തന്നെ വരണം. അപ്പോൾ അതാണ് ആദ്യം തന്നെ നേരെ ഇങ്ങ് ഇവിടെ വന്നത് കേട്ടോ. കുബൂസൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഒരു വഴിയായിട്ട് നമ്മളിത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ എത്തണം. സമയം വന്നിട്ട് 35 നമുക്കുള്ള സമയം. അപ്പോൾ ഇനി നിന്നിട്ട് കാര്യമില്ല, കുറച്ച് സ്പീഡിന് പോകണം. അവിടെ എത്തിയതിന് ശേഷം ബാക്കി കാഴ്ചകൾ കാണാം. ഓക്കെ, ഒരു മച്ചാമാരെ നമ്മൾ ഫഹസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ആ 4 കൗണ്ടർ കാണുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും കയറിയിട്ട് നമ്മൾ പൈസ പേ ചെയ്തിട്ട് ആ വലിയ ബിൽഡിംഗ് ഉണ്ട്, അതിനകത്തോട്ട് വണ്ടി കയറ്റിയിടണം. അപ്പോൾ അകത്തോട്ട് വീഡിയോ എടുക്കാനായിട്ട് അലോഡില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ, ഫൈനലി നമ്മൾ ടെസ്റ്റ് പാസ്സായിട്ട്. അപ്പോൾ നമ്മളിന്ന് ഇത്തവണ 33 റിയാലാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. അതായത് ആദ്യ തവണ വന്നപ്പോഴത്തേക്കും ടെസ്റ്റ് ഫെയിലായിരുന്നു. അന്ന് 125 റിയാലോ മറ്റോണ്ട് പേ ചെയ്തു. ഇപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റിന് 33 റിയാലാണ് നമ്മളിന്ന് ചാർജ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ ടെസ്റ്റ് അകത്ത് പോയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാന്നൊക്കെ വെച്ച് നിന്നപ്പോഴത്തേക്കും പ്രധാനമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് അവിടെ ബോർഡ് വെച്ചിരിക്കുന്ന ക്യാമറ ഒന്നും അലോഡല്ല അകത്തോട്ട്. അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കിയാണ് കേട്ടോ. പിന്നെ പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്നതിൽ കാര്യമില്ല. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ആ ഇരിക്കുന്ന കൗണ്ടറുകളുണ്ടോ, 1 2 3 4 കൗണ്ടർ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ടോക്കൺ വാങ്ങിയതിന് ശേഷം അവിടെയാണ് പൈസ പേ ചെയ്യേണ്ടത്. എന്നിട്ട് അതിനകത്തോട്ട് കയറുമ്പോഴത്തേക്കും ആ വലിയ ബിൽഡിങ്ങിൽ 1 2 3 4 നമ്പർ കാണാം നിങ്ങൾക്ക്. അതിൽ അകത്തോട്ട് കയറ്റി ഇടുമ്പോഴത്തേക്കും ആദ്യം വന്നിട്ട് നമ്മൾ 4 ഇൻഡിക്കേറ്റർ ഇട്ട് നിർത്തണം. പിന്നെ അതിനുശേഷം ലൈറ്റ് ഇടാൻ പറയും, അതേപോലെ ബ്രേക്ക് ചവിട്ടാൻ പറയും. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർ വന്നിട്ട് ഹോണൊക്കെ അടിച്ചു നോക്കും. പിന്നെ കിലോമീറ്ററും റീഡിങ് എഴുതിയിട്ട് അവരകത്തോട്ട് പോകും കേട്ടോ. എന്നിട്ട് ഒരു കമ്പ്യൂട്ടറിൽ നോക്കിയതിന് ശേഷം നമ്മൾ വണ്ടിയിൽ നിന്ന് സീറ്റ് ബെൽറ്റ് ഒക്കെ ഊരിയിട്ട് ഇറങ്ങി മാറി അപ്പുറത്തെ സൈഡിലോട്ട് പോകണം. അപ്പോൾ അവരോട് തന്നെ ആൾ വന്നിട്ട് വണ്ടി എടുത്തിട്ട് അകത്തോട്ട് പോയിട്ട് ഒരു മെഷീനിൽ കയറ്റിയിട്ട് ടയർ 4 അതിട്ട് റൊട്ടേറ്റ് ചെയ്യും കേട്ടോ. ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം അതൊക്കെ എന്തോ സംഭവമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ എന്താണ് നോക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നല്ല രീതിക്ക് അവർ ചെക്ക് ചെയ്യുന്നതാണ്. അതൊക്കെ എല്ലാം മെഷീനാണ് കേട്ടോ. അതിനുശേഷം നേരെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഒരു സ്കാനർ ഉണ്ട്, അലൈൻമെൻറ്റിൻ്റെ സ്കാനറാണത്. അതിനകത്തോട്ട് വണ്ടി കയറ്റി ഒരു 5 മിനിറ്റ് ഇട്ടേക്കും. ഇട്ടിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റിക്കർ ഇറങ്ങി വരും. അവർ അപ്പോഴത്തേനും ആ വണ്ടി എടുത്തിട്ട് വെളി ഗേറ്റിൻ്റെ സൈഡിൽ കൊണ്ടിട്ട് തരും കേട്ടോ. എന്നിട്ട് അവർ ആ സ്റ്റിക്കർ ഒട്ടിക്കും. സ്റ്റിക്കർ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒട്ടിച്ച സ്റ്റിക്കറാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോഴേ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ ഒരു ടെൻഷൻ ഇല്ലാത്തൊരു ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമുക്ക് ഒന്നുകൊണ്ടും ഒരു ആവശ്യമില്ല. നമ്മൾ നാട്ടിലത്തെ പോലെ, നാട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു എന്താണ് RTO എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പേടിയും കാര്യം. ഇതൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല ഇവിടെ ഇഷ്ടം പോലെ പാർക്കിംഗ് സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഒരു ഒഴിഞ്ഞ ഏരിയ, ഇതിനു വേണ്ടി മാത്രമുള്ള ഒരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഒരുപാട് വണ്ടിയുടെ ഷോറൂമും കാര്യങ്ങളും
മെക്കാനിക്കൽ പരമായിട്ടുള്ള ഷോപ്പുകളും മാത്രമാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ ഇതൊരു എന്താണ് ഇൻസ്പെക്ഷൻ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം, വണ്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു എക്സിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ എക്സിറ്റ് നമ്പർ പോലും ഇല്ല, ഇത് ഏതെന്ന് അറിയാൻ വയ്യ. എന്തായാലും ഇവിടെ നമുക്കിനി പടിയാവാം. നേരെ നമുക്ക് ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റത്തെ ഓട്ടം ഉണ്ട് വീട്ടിലേക്ക്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് അടുത്ത ഡ്യൂട്ടി വരുമ്പോഴത്തേക്കും കാണാം. അപ്പം സമയം വന്നിട്ട് 4 മണിയായപ്പോഴത്തേക്കും നമുക്ക് ഡ്യൂട്ടി വന്നു കേട്ടോ. അപ്പോൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോകാനായിട്ടുള്ള ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. ഇതെന്തിനാണ് കൈ പിടിച്ചിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വണ്ടിയിൽ വെച്ചിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഇതിപ്പോൾ എനിക്കൊരു ബാധ്യതയായെന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും വരുമ്പോഴും കൊണ്ടുപോവുകയും ചെയ്യണം. അതാണ് പ്രശ്നം. പോയിട്ട് ലൊക്കേഷനിലോട്ട് പോകാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മുതലാളിയമ്മ ഇപ്പോൾ ഇറങ്ങി വരും. എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് കാണാം. എന്തായാലും ലൊക്കേഷൻ നോക്കിയില്ല, ഹോസ്പിറ്റലൊന്ന് കണ്ടത് വായിച്ചപ്പോഴാണ് കേട്ടോ. അപ്പോഴെന്തായാലും നല്ല ഒരു അടിപൊളിയായിട്ടൊരു ഉറങ്ങി വന്നിട്ട് ഇതുവരെ വിളിച്ചില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ശനിയാഴ്ചയല്ലേ, നാളെ തൊട്ടപ്പം വീണ്ടും പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് ഓഫീസൊക്കെ സ്റ്റാർട്ട് ആവുകയാണ് കേട്ടോ. തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇനി നാളെ തൊട്ട് എല്ലാവർക്കും പഴയ പോലെ തന്നെ ഞെരിച്ച ഓട്ടമാണ്. എന്തായാലും സ്കൂൾ ഇനി തുറക്കാൻ ഇനിയുണ്ട് ഒരു 1.5 മാസം. ഓക്കെ, മച്ചാമാരെ സമയം വന്നിട്ട് 4:10 ആയപ്പോഴത്തേക്കും നമ്മൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അബു ഖായിൽ മെഡിക്കൽ എന്ന് പറയുന്ന ഈ ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ വന്നത്. അപ്പോൾ ഹോസ്പിറ്റൽ അത് കണക്ക് തന്നെ അടുത്ത് തന്നെ അവരെ ഫാർമസിയും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റലിന് അറബിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്തഷ്ഫ എന്നാണ് കേട്ടോ. അപ്പോൾ അറബികൾ കൂടുതലും മുസ്തഷ്ഫ എന്നാണ് പറയുന്നത്, ഹോസ്പിറ്റൽ എന്നുള്ള കാര്യം അങ്ങനെ പറയത്തില്ല. പിന്നെ അത് കണക്ക് തന്നെ ഫാർമസി, അതായത് മെഡിക്കൽ സ്റ്റോറിനൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സയ്യിദ് അലിയ. ഓക്കെ, അപ്പോൾ പഴയ വീഡിയോസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ ആവർത്തിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴും നമുക്ക് ഇനിയിപ്പോൾ എപ്പോഴും വരുമോയെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം. നല്ല വെയിലുണ്ട് കേട്ടോ. പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ അടിപൊളി, പക്ഷെ തെളിഞ്ഞ ആകാശവും നല്ല വെയിൽ അടിച്ച് കയറുകയാണ് കേട്ടോ. അപ്പോഴെന്തായാലും ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് റൂമിലേക്ക് വെള്ളം എടുക്കണം. വെള്ളവും കൂടെ എടുത്തിട്ട് നമുക്ക് ഈ വീഡിയോ അതിൻ്റെ ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ദിവസം ഡ്യൂട്ടി കുറച്ച് കുറവാണ്. നാളെ തൊട്ട് ഓഫീസൊക്കെ തുടങ്ങിയല്ലേ. മാത്രമല്ല ഇപ്പം നമുക്ക് നമ്മൾ പഴയ ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ. അതുകൊണ്ട് കുറച്ച് കുറവുണ്ട്. എന്നാലും ആശ്വാസമുണ്ട്, നല്ല രീതിക്കൊക്കെ ഉറങ്ങാൻ പറ്റി പകൽ സമയത്ത് കുറേ നാളിന് ശേഷം. എന്തായാലും നമുക്ക് നോക്കാം അവരെ ഇറങ്ങി വരുന്നത്. ഇനി എപ്പോഴും വരുമെന്ന് അറിയത്തില്ല. വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് പടിയാവാം. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഫോണിൽ കുത്തി കളിച്ചപ്പോഴത്തേക്കും ഒരു ലൊക്കേഷൻ തന്നിട്ട് പറഞ്ഞാൽ കൊച്ചിന് പോയി പാമ്പേഴ്സ് മേടിച്ചിട്ട് വരാൻ കേട്ടോ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൊച്ചുങ്ങളെ സാധനം കിട്ടുന്ന ഒരു മെഡിക്കൽ സ്റ്റോറിലോട്ടാണ്. അപ്പോൾ എന്തായാലും പോയിട്ട് അവിടെ പോയി പാമ്പേഴ്സ് മേടിച്ചിട്ട് വരാം. ഇതും ഒരു പണി. അപ്പോഴേ ഇവിടെ ആകുമ്പോഴത്തേക്കും പൈസ റേറ്റ് കുറച്ച് കിട്ടുമെന്നാണ് പറയുന്നത്. ഇതാണ് കേട്ടോ, ഇതെല്ലാം ഒരു ഇതാണ് സംഭവം. അപ്പോൾ എന്തായാലും പോയിട്ട് പാമ്പേഴ്സ് വാങ്ങിയിട്ട് കാണാം. എപ്പോഴും നമ്മൾ നമ്പർ 5 കേട്ടോ വാങ്ങുന്നത്. ഇവിടെ ഇരിക്കുന്ന മൊത്തം നമ്പർ 4 മാത്രമേ കാണുന്നുള്ളൂ. ഇത് നമ്പർ 4 അതേ കണക്ക് തന്നെ ഈ അടുത്തിരിക്കുന്ന എല്ലാം നമ്പർ 4. നമുക്ക് വരുന്ന ബോക്സ് ടൈപ്പാണ്. ഇനി അവരുടെ അടുത്ത് തന്നെ ചോദിക്കണം അത് എവിടെയാണെന്നുള്ളത്. എന്തായാലും നമ്മൾ പാമ്പേഴ്സ് എടുത്തിട്ടോ ഇതിനുള്ളതാണ് കേട്ടോ. അപ്പോൾ 68 പാഡുണ്ട്. ഇതിൻ്റെ വില വന്നിട്ട് 69 റിയാലാണ് കേട്ടോ. സോറി 89 റിയാലാണ്. നമ്മുടെ നാട്ടിലെ പൈസ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു എത്ര വരും, ഒരു 1950 രൂപ അടുപ്പിച്ച് വരും. എന്തായാലും രണ്ടാമത്തെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കിയാർ വേണം. കിയാർ മേടിച്ചിട്ട് കാണാം. ഫൈനലി നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി കേട്ടോ. ഇതിനകത്ത് കയറിയപ്പോഴത്തേക്കാണ് നല്ല രീതിക്ക് ഒരു AC കൂട്ടിയിട്ടിട്ടും ഭയങ്കര തണുപ്പ് കേട്ടോ ഇതിനകത്ത്. അപ്പോഴത്തേക്കും പ്രത്യേകിച്ച് നമ്മളെ വണ്ടി ഇരുന്നിട്ട് ഇതിനകത്തോട്ട് കയറിയപ്പോൾ ഒരു വല്ലാത്തൊരു സുഖമെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഫുള്ളൊന്ന് കറങ്ങിയിട്ട് നേരെ നമ്മൾ പച്ചക്കറിയൊക്കെ ഇരിക്കുന്ന സെക്ഷനിലോട്ട് പോയി നമുക്ക് വേണമെന്ന കിയാറാണ്. ഇവിടെ എടുത്തു തരാൻ ആളുണ്ടായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവർ തൂക്കി എണ്ണ എടുത്തുകൊണ്ടിരിക്കുന്നത് 10 മാത്രം മതി. നാരങ്ങയൊക്കെ അടുക്കി വെച്ചിരിക്കണം കേട്ടോ. 15 റിയാലാണ് കേട്ടോ ഈ ഒരു ബോക്സ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഫ്രൂട്ട്സൊക്കെ അടുക്കി വെച്ചിരിക്കുന്നുണ്ട്, എന്താ രസം. ഫൈനലി നമ്മൾ കിയാർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 8 റിയാലാകുമ്പോഴത്തേക്കും നല്ലൊരു 170 രൂപ വരും. ഇതാണ് കേട്ടോ ഇവിടെ ഈത്തപ്പഴം കൊണ്ടുവരുന്ന വണ്ടി കടയിലൊക്കെ സപ്ലൈ ചെയ്യുന്നത്. എന്തായാലും ഡല്ലാറ്റ് ടൈമാർ എന്ന് പറയും. അപ്പോൾ എന്തായാലും ഇതൊക്കെ കൊണ്ട് നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ പോകണം. അവിടെ പോയിട്ട് അവരെ പിക്ക് ചെയ്തിട്ട് വേണം വീട്ടിലോട്ട് പോകാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയിട്ട് കാണാം. അപ്പോൾ സമയം വന്നിട്ട് 5:29 ആയപ്പോഴത്തേക്കും നമുക്ക് തക്കാസൂസിയിലേക്കുള്ള അടുത്ത ലൊക്കേഷൻ തന്നിട്ടുണ്ട്. ഒരു ക്ലിനിക്കിലേക്കുള്ള ഓട്ടോ ഒന്നും ഇല്ലയെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അടുത്തടുത്ത ഓട്ടങ്ങൾ വരുന്നത്. നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് നേരെ റൂമിൽ പോയി ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തു. മറ്റേ ഇട്ടിരുന്നത് നല്ലവണ്ണം വിയർത്ത് കേട്ടോ. എത്ര AC ഇട്ടിട്ടും വിയർപ്പിനൊരു കുറവില്ല കേട്ടോ. നല്ല രീതിക്ക് വിയർക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴിത്തിരി വെയിലിന് ശമനമുണ്ട് കേട്ടോ. ഈ സമയത്ത് വണ്ടിയുടെ കുറച്ച് ബാക്ക് സൈഡൊക്കെ എത്തി വൃത്തിയാക്കാൻ ഉണ്ടായിരുന്നു. നമ്മളെ ഈ ഇരിക്കുന്ന സൈഡിൽ ഇവിടെയൊക്കെ നല്ല രീതിക്ക് അഴുക്കായി പൊടിയായി കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്നുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് നിന്നപ്പോഴത്തേക്കാണ് അടുത്ത ഓട്ടം വന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നടക്കുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ രാത്രി വന്നിട്ട് ചെയ്യണം. നോക്കാം എന്താണ് എന്ന് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് നേരെ തക്കാസൂസിയിലോട്ട് പോയിട്ട് കാണാം.
അപ്പോഴും വെച്ചാൽ വരെ സമയം വന്നിട്ട് 6 മണി 7 മിനിറ്റ് ആയപ്പോഴത്തേക്കും എന്തോ അങ്ങ് അറ്റത്ത് കാണുന്ന ആ ഒരു ക്ലിനിക്ക്, അതായത് ഈ ഒരു മെഡിക്കൽ സ്റ്റോറിൻ്റെ അങ്ങ് അറ്റത്ത് അപ്പുറത്തായിട്ട് കാണുന്ന ഒരു ക്ലിനിക്കാണ്. അവിടെയാണ് കേട്ടോ വന്നത്. അവിടെ വന്നിട്ട് ഇനി എപ്പോഴും ഇറങ്ങി വരുമെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മളിപ്പോൾ എത്തിയിട്ട് 2-3 മിനിറ്റ് ആയിട്ടോ. ഇത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽ ഉർബാൻ റോഡിൽ നിന്ന് നമ്മൾ തക്കാസൂസിലോട്ട് എക്സിറ്റ് കയറില്ല. ആ കയറുന്ന അവിടെ നിന്ന് റൈറ്റായിട്ട് ഒറ്റ റോഡുണ്ട്. ആ ഒരു സ്പോട്ടാണ് ഈ സ്ഥലം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും കണ്ടൊരു മനോഹരമായിട്ടൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ കടയ്ക്കകത്തായിട്ട് ഒരു ലൈറ്റ് സൂം നോക്കട്ടെ, കണ്ടോ? നമ്മൾ വലിയ വലിയ പുതിയ വീടൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും തൂക്കിയിടുന്നതാണ് ഒരു ഡിസൈൻ ലൈറ്റ് കേട്ടോ. എന്ത് സൂപ്പറായിരിക്കും നോക്കിയാണ്. കണ്ടപ്പോഴത്തേക്കും വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ വേറൊരു നല്ലൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. അതോ ഇവിടെ കണ്ട ഹൈവേയുടെ സൈഡിൽ തന്നെ വലിയ വലിയ മരങ്ങൾ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നുണ്ട്. അതൊരു കാട് പോലെ ആയിട്ടോ അങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വികസനത്തിന് വേണ്ടി മരങ്ങൾ വെട്ടി മുറിക്കുമ്പോൾ ഇവിടെ നട്ടുപിടിപ്പിക്കണം കേട്ടോ. എല്ലാം നല്ലതിന് വേണ്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശമൊക്കെ വൈകുന്നേരം വരെയുള്ള ഡ്യൂട്ടി കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇനി രാത്രിയും വേറെ കാണണം. മാത്രമല്ല നമ്മളിന്ന് വെള്ളം എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ റൂമിലേക്ക് ഇനി പോയിട്ട് വെള്ളം എടുക്കണം. അതൊക്കെ ഞാൻ ഇനി പോയിട്ട് സമയം പോലെ എടുക്കാം. സമയം വന്നിട്ട് 6:10 ആയപ്പോഴത്തേക്കും ഇനി നമ്മുടെ മൊബൈലിന് ക്യാമറയ്ക്ക് വളരെ ക്ലാരിറ്റി കുറവായതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ വിശേഷങ്ങളൊന്നും ഇവിടെ തീരുന്നില്ല. ഇനിയും വിശേഷങ്ങളുണ്ട്. അതെല്ലാം അടുത്തടുത്ത വീഡിയോസിൽ വരും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.